മഹാന്മാര് പഠിപ്പിക്കുകയാണ്, ഓ പെണ്ണേ, നിന്റെ ശരീരം സൗന്ദര്യമുള്ളതാണ്. ആ സൗന്ദര്യം ഭർത്താവിന് പൊരുത്തമില്ലാത്തവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ലോ, അത് മരിച്ച വീട്ടിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ലോ, അത് കല്യാണ വീട്ടിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ലോ, അത് നിന്റെ ഭർത്താവിന്റെ മണിയറയിൽ, നിന്റെ ഭർത്താവിന്റെ അരമനയിൽ അവന്റെ മുന്നിൽ പ്രകടിപ്പിക്കാനുള്ള സൗന്ദര്യമാണ്. അത് മറ്റൊരുവന്റെ മുമ്പിൽ പ്രകടിപ്പിച്ച് നീ ഭർത്താവിന്റെ കോപം ഏറ്റുവാങ്ങരുതേ. നിന്റെ കണ്ണുകൊണ്ട് നീ അന്യൊരു പുരുഷനിലേക്ക് നോക്കരുതേ. കണ്ണിന് സുറുമയിട്ടിട്ട് അന്യൊരുത്തിന് കാണാൻ അവസരം കൊടുക്കരുതേ. മുഖത്ത് പൗഡറിട്ട് വെളുപ്പിച്ചിട്ട് അന്യൊരു പുരുഷൻ കണ്ട് ആസ്വദിക്കാനുള്ള അവസരം നീ കൊടുക്കരുതേ. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവർക്ക് അവകൾക്ക് നീ ചെല്ലുന്നതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല കിന്നലാണതുകൊണ്ട്. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട്, നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്, അല്ലാഹു അവിടുത്തെ ഖബറിൽ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. എന്റെ പെങ്ങളെ, നിന്റെ കണ്ണ് അന്യൊരു പുരുഷനെ ആകർഷിപ്പിക്കാൻ നീ കൺമഷി എഴുതിയ നിന്റെ കണ്ണ് നിന്നെ ഖബറിലേക്ക് വെച്ചാൽ അവിടെ പിന്നെ ആ സൗന്ദര്യത്തിനെ പ്രതീക്ഷിച്ചിരിക്കാൻ അവിടെ ആരുമില്ല പെങ്ങളെ. നിന്റെ പൗഡറിട്ട് വെളുപ്പിച്ച നിന്റെ മുഖത്തേക്ക്, നീ ലിപ്സ്റ്റിക്കിട്ട് ചുവപ്പിച്ച നിന്റെ ചുണ്ടിലേക്ക്, നീ കൺമഷിയിട്ട് കറുപ്പിച്ച നിന്റെ കണ്ണിലേക്ക് അതാ ചിതലുകൾ തടിച്ചുകൂടിപ്പോയി. നിന്റെ അടുത്ത റേഷൻ കടയിൽ റേഷൻ കാർഡിലേക്കില്ലാതെ നിനക്ക് റേഷനരി കിട്ടൂല എങ്കിൽ ഈ ഖബറാകുന്ന റേഷൻ കടയിൽ അവിടെ യാതൊരു ക്യൂ സിസ്റ്റവുമില്ല. കാർഡില്ല, റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല, തള്ളലാണതുകൊണ്ട്. അന്യൊരു പുരുഷന്റെ ദർശനത്തിനും സ്പർശനത്തിനും വേണ്ടി നീ കൊതിച്ചു പോയി എങ്കിൽ നിന്റെ കണ്ണവിടെ നശിച്ചുപോയി, നിന്റെ മുഖമവിടെ നശിച്ചുപോയി, നിന്റെ ചുണ്ടവിടെ നശിച്ചുപോയി. അതുകൊണ്ട് എന്റെ പെങ്ങളെ, ആലോചിച്ചു ജീവിച്ചോ, ചിന്തിച്ചു ജീവിച്ചോ, മുൻഗാമികളിലേക്ക് മടങ്ങിക്കോ. മഹിളമാരോട് മുത്തുനബി തങ്ങൾ നൽകിയ മുന്നറിയിപ്പുകൾ ജീവിതത്തിൽ ഓരോന്നോരോന്നായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റേണ്ടതിനെ അടർത്തി മാറ്റി, അടുപ്പിക്കേണ്ടതിനെ അടുപ്പിച്ച് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് അവന്റെ പൊരുത്തത്തിലായി മരിക്കാനുള്ള ശ്രമം നടത്തിക്കോ. എപ്പോഴാണ് മരിക്കുന്നതെങ്കിലും ഈമാനുള്ള മരണം വരിക്കാനും സാലിഹീങ്ങൾ സംഗമിക്കുന്ന സ്വർഗത്തില് സയ്യിദത്തുൻ നിസാ ഫാത്തിമത്തു സുഹ്റാ, ആയിഷത്തു തുഹ്റാ, ഖദീജത്തുൽ കുബ്റാ റളിയല്ലാഹു തആല അൻഹുന്ന, ആ മഹദിമാരോടൊന്നിച്ച് സ്വർഗത്തിലെത്താൻ ആശിക്കുന്ന പെങ്ങളെ, അതിനു വേണ്ടി പണിയെടുത്തോ, അതിനു വേണ്ടി ജോലി ചെയ്തോ, ആ രൂപത്തിൽ നിന്റെ ജീവിതം ചിട്ടപ്പെടുത്തിക്കോ. ബീബി ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു അൻഹയെ അലിയാരി തങ്ങൾ വിവാഹം കഴിച്ച് ആദ്യ രാത്രിയാണ്. ഫാത്തിമ ബീബി മണിയറയിൽ പുതുമാരനെയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. ആ കാത്തിരിക്കുന്ന വേളയിൽ അതാ കുറഞ്ഞ സമയം കഴിഞ്ഞപ്പോ അലിയാര് തങ്ങൾ മണിയറയിലേക്ക് കടന്നു വരികയാണ്. ആ അലിയാര് തങ്ങളുടെ മണിയറ ആധുനിക സമൂഹത്തിന്റെ മണിയറ പോലെ
അലങ്കൃതമായ മണിയറയല്ലല്ലോ. ഈത്തപ്പനകോല കൊണ്ട് മറച്ച വീടിന്റെ ഉള്ളിൽ, ഈത്തപ്പനയോല വിരിച്ച പായ്ക്കുള്ളിൽ അതാ ബീവി ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ഇരിക്കുമ്പോ അലിയാര് തങ്ങൾ വരികയാണ്. കടന്നു വന്നുകൊണ്ട് ചോദിച്ചു, ഫാത്തിമ, അതെ ഞാൻ കടന്നു വരാൻ വൈകിയോ? ഇത് ചോദിച്ചുകൊണ്ട് ഫാത്തിമ ബീവിയുടെ മുഖത്തെ അലിയാര് തങ്ങൾ നോക്കിയപ്പോഴാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ രണ്ട് കണ്ണും ചുവന്നു തുടുത്തുപോയി. ഫാത്തിമ ബീവിയുടെ കവിൾത്തടങ്ങളിൽ നിന്ന് അതാ കണ്ണുനീരൊലിച്ചു കൊണ്ടിരിക്കുകയാണ്. വിതുമ്പി വിതുമ്പി കരയുകയാണ്. മുത്തുനബിയുടെ പൊന്നുമോള് ഓടി വന്നുകൊണ്ട് അലിയാര് തങ്ങൾ ചാരയിരുന്ന് ആ താടിയിൽ മെല്ലെ കൈകൊണ്ടൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഫാത്തിമ, ഞാൻ വരാൻ വൈകിപ്പോയോ? ഫാത്തിമ, ഞാനെത്താൻ വൈകിയതിന്റെ പേരിൽ കരയുകയാണോ? അല്ല അലിയേ, എന്തിന് കരയുന്നു ഫാത്തിമ? ഈ അലിയൊരു ഫക്കീറാണ് ഫാത്തിമ. നിനക്ക് വേണ്ടി ഒരുക്കിയ മണിയറ നിനക്ക് തൃപ്തിയാകാത്തതിന്റെ പേരിലാണോ ഫാത്തിമ? എന്നോട് പൊറുക്കടേ ഫാത്തിമ. ഇതിനപ്പുറം ചെയ്യാൻ എന്റെ സാമ്പത്തിക സ്ഥിതി എന്നെ അനുവദിക്കുന്നില്ല ഫാത്തിമ. അലിയാര് തങ്ങള് ഫാത്തിമ ബീബിയോട് പറയുമ്പോഴേക്ക് ചാടി എഴുന്നേറ്റ ഫാത്തിമ ബീബി അലിയാര് തങ്ങളെ കവിൾത്തടം തടവിക്കൊണ്ട് പറയുകയാണ്, വാ പൊത്തിക്കൊണ്ട് പറയുന്നു, അലിയേ, അങ്ങനെ പറയരുത് അലിയേ. എന്റെ അലിയുടെ ഇല്ലായ്മ എനിക്കറിയാം, എന്റെ അലിയുടെ വല്ലായ്മ എനിക്കറിയാം. എല്ലാ അവസ്ഥയിലും അലിയോട് യോജിച്ചു പോകാൻ പറ്റിയ പെണ്ണാണ് ഞാൻ. പക്ഷേ അലിയേ, ഇതൊന്നുമല്ല എന്നെ സങ്കടപ്പെടുത്തുന്നത്. അലിയേ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനങ്ങ് മരിക്കൂലേ അലിയേ. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ റൂഹിനെ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങ് പിടിക്കൂലേ അലിയേ. അങ്ങനെ എന്റെ റൂഹങ്ങ് പോയി എന്നെ ജനാസ കുളിപ്പിച്ച് കഫം ചെയ്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയാൽ അലിയേ, ആ ഖബറിലേക്ക് എന്നെ അങ്ങ് ഇറക്കി വെച്ചോ. ആ ഖബറിൽ എനിക്ക് കൂട്ടിന് ആരുണ്ട് അലിയേ? എന്നെ രക്ഷിക്കാൻ ആരുണ്ട് അലിയേ? ഈ ചെറിയ വീടാണെങ്കിലും ഈ വീട്ടിന്റെ ഉള്ളിൽ കൂട്ടിനെനിക്ക് അലിയുണ്ടല്ലോ, സമാധാനമാണ്. ആ ഖബറിൽ കൂട്ടിന് ആരുണ്ട് അലിയേ? എനിക്ക് രക്ഷയ്ക്ക് എന്ത് വകുപ്പുണ്ട് അലിയേ? അത് ചിന്തിച്ച് ഞാൻ കരഞ്ഞതാണ്. അതുകൊണ്ട് അലിയേ, നമുക്ക് ഇന്നത്തെ രാത്രി ഉറങ്ങേണ്ടതില്ല. നിങ്ങൾ എന്നോട് സഹകരിക്കുമെങ്കിൽ നമുക്കൊരുപാട് നിസ്കരിക്കാം അലിയേ, ഒരുപാട് ഖുർആൻ ഓതാം അലിയേ. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയുടെ കയ്യും പിടിച്ച് അലിയാര് തങ്ങൾ വുളു എടുക്കാൻ നടന്നു വരികയായി. വുളു എടുക്കുകയാണ്. രണ്ടുപേരും രണ്ട് മുസല്ല വിരിച്ചു. ആ അത്തറിന്റെ മണമുള്ള പുത്തനുടുപ്പിന്റെ പുതുമയുള്ള ആദ്യ രാത്രിയിൽ 1000 ആശകളെ കൊണ്ട് അമ്മാനമാടാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അല്ലാഹുവിന് വേണ്ടി ഈ രാത്രി ചിലവഴിക്കാൻ അവർ തീരുമാനിച്ചു പോയി. മണ്ണു തിന്നുന്ന ഖബറിലേക്ക് ഖുർആൻ ഓതാൻ അവർ ചിന്തിച്ചു പോയി. ജീവിതത്തിലെ എന്തെങ്കിലും നന്മകളെ കൊണ്ട് ഖബറിലും മഹ്ശറയിലും രക്ഷപ്പെടാനുള്ള ആ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ രാത്രിയെ അവരുപയോഗപ്പെടുത്തിപ്പോയി. എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, ആരാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്? ആരാണ് ഈ ഉറക്കമൊഴിക്കുന്നത്? ആരാണ് ഈ പാതിരാത്രിയിൽ നിസ്കരിക്കുന്നത്? എന്നെപ്പോലെ നിന്നെപ്പോലെ തെറ്റു ചെയ്യുന്ന പെണ്ണല്ലല്ലോ. 24 മണിക്കൂറും സീരിയലിന്റെ മുമ്പിൽ സമയം ചെലവഴിക്കുന്ന പെണ്ണല്ലല്ലോ.
വൃത്തികെട്ട സിനിമ കൊണ്ട് കണ്ണ് നശിപ്പിച്ച പെണ്ണല്ലല്ലോ. വൃത്തികെട്ട സിനിമ കണ്ടിട്ട് കണ്ണ് നശിപ്പിച്ച പെണ്ണല്ലല്ലോ. ഹറാമ് ചിന്തിച്ചിട്ട് ഹൃദയം നശിപ്പിച്ച പെണ്ണല്ലല്ലോ. അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് മനസ്സിലാക്കിയ, റസൂലിന്റെ മടിത്തട്ടിൽ തലവച്ച് കിടന്നുറങ്ങിയ ആരംഭപ്പൂവിന്റെ പൊന്നുമോളായ ബീബി ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു അൻഹയുടെ രാവിന്റെ അവസ്ഥയാണിത്, ആദ്യ രാത്രിയുടെ അവസ്ഥയാണിതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഈ വൈകിയ വേളയിൽ എന്റെ സംസാരം ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് താമസിക്കാതെ ഇവിടെ ദുആ നടക്കും. ബഹുമാനപ്പെട്ട അംറുസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ കുറച്ച് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി ദുആ നടക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. എപ്പോൾ മരണം വന്നാലും ഈമാനുള്ള മരണം മരിക്കാനും സാലിഹീങ്ങൾ സംഗമിക്കുന്ന സ്വർഗത്തിൽ സംഗമിക്കാനുമുള്ള വഴി തേടി അലയുകയും ആ വഴിയിലൂടെ സഞ്ചരിച്ച് അവസാനം അവരോടൊന്നിച്ച് സ്വർഗത്തിലെത്തിപ്പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ.